നട്ടുച്ച വെയിലത്ത് ഈ ഷൂ ഒക്കെ വലിച്ചേട്ട് ഞങ്ങളിപ്പോൾ എങ്ങോട്ടേക്ക് പോകണമെന്നല്ലേ പറഞ്ഞുതരാം. അതിന് മുന്നേ ആ കാണുന്നത് ചൂലൊന്നും ഇല്ല കേട്ടോ, എൻ്റെ മുടിയാണ്. മുടി സ്ട്രൈറ്റൻ ചെയ്തതിന് ശേഷം അവസാനത്തെ തുമ്പ് ഭാഗം ഇപ്പോൾ നല്ല ചൂല് പോലാണ് കിടക്കുന്നത്. ഞാൻ അതിങ്ങനെ രണ്ട് സൈഡിൽ പിടിച്ചിട്ട് എനിക്കിപ്പോൾ അതൊരു ശീലമായി കേട്ടോ. എനിക്കിങ്ങനെ മുടി കെട്ടിക്കഴിഞ്ഞാൽ എനിക്കിങ്ങനെ രണ്ട് സൈഡിൽ പിടിച്ചിട്ട് ഇപ്പം അതിൻ്റെ ഒരു ശീലമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ദാണ്ട് എൻ്റെ കൂടെ നിന്നാണ്ട് പുറത്ത് പോകാൻ വരുന്നതാണ് നമ്മുടെ ആശിക്കുട്ടനാണ്. ഞങ്ങൾ കുടയൊക്കെ എടുത്തിങ്ങനെ പോകാൻ കേട്ടോ. നല്ല വെയിലുണ്ട്, അതുകൊണ്ട് തന്നെ കുടയില്ലാതെ ഒട്ടും അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് എങ്ങോട്ടേക്കാണ് പോണേന്ന് വെച്ചാൽ ഞങ്ങൾ വണ്ടിക്കൊന്നുമല്ല കേട്ടോ, നടന്നാണ് വന്നേക്കുന്നത്. വേറെ എങ്ങും അല്ല, നമ്മളിവിടെ അടുത്ത അമ്പലത്തിൽ സദ്യ ഉണ്ട്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ആശിക്കുട്ടനും ട്യൂഷനല്ല ക്ലാസ്സിൽ, എനിക്കും ക്ലാസ്സിൽ ഫ്രീ ആയിട്ട് വീട്ടിൽ ഇരിക്കുകയാണ്. ട്യൂഷനൊക്കെ രാവിലെ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും ഇനിയിപ്പോൾ വൈകുന്നേരം വരെ ഫ്രീ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും അവനുമായിട്ട് പോയിട്ട് വരാമെന്ന്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വണ്ടിയൊന്നും പിടിച്ചില്ല, നേരെ നടന്നു. വന്നപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി കേട്ടോ. ക്യൂ കണ്ടപ്പോഴത്തേക്ക് ഇന്നൊന്നും തീർന്ന മട്ടില്ല. നോക്കി, ഈ ക്യൂ ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ വളഞ്ഞ് നേരെ അകത്തോട്ട് കയറി പോയാലും പന്തിൽ ചെന്ന അടുത്ത ക്യൂ വേറെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്രയും സമയം ഞങ്ങൾ നിന്ന് അവസാനം അവനോട് എന്തൊക്കെയോ സംസാരിച്ച് ഫൈനലി ഞങ്ങൾ എത്താൻ പോയിരിക്കുകയാണ് കേട്ടോ. മാത്രം നമുക്ക് ക്യൂവിൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ സദ്യ ഇല്ലായിരുന്നു കേട്ടോ, ഒരു ചെറിയ തിരുത്തുണ്ട്, അന്നദാനമായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ഫുഡ് മേടിച്ച് അങ്ങനെ അങ്ങ് പോവുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം തന്നെ കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കറികളായിരുന്നു: പരിപ്പ്, സാമ്പാർ, അച്ചാർ, അവിയൽ, തോരൻ, അതുപോലെ തന്നെ പായസം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നല്ല രീതിയിൽ കഴിച്ചു. ഞാനും കഴിച്ചു, ആശിക്കുട്ടനും കഴിച്ചു, രണ്ടാമതും കഴിച്ചു. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക്